ഇറാനും അമേരിക്കയും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. അത് മാത്രമല്ല നല്ല കലിപ്പായിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്കെതിരെ നീങ്ങിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ സൈനിക മേധാവിയുടെ അന്ത്യശാസനം. ഇറാന്റെ ഭരണമാറ്റം ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണമായത്. തന്നെ വധിച്ചാൽ ഇറാനെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു. കൊട്ടാരക്കരയിൽ നിന്ന് അമേരിക്കയിൽ എന്നെത്തി? 2 ദിവസമായി എസ്കെൻ ശരിക്കും നല്ല തണുപ്പാണ്. -13 ഡിഗ്രി അമേരിക്കയില്. അതെ, ന്യൂജേഴ്സി 26 കൊട്ടാരക്കരയിൽ അല്ലേ? നന്നായി. ഓക്കെ. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഭൂമുഖത്ത് നിന്ന് ഇറാൻ ഇല്ലാതാകുമെന്നാണല്ലോ പറയുന്നത്. എസ്കെൻ ഇറാനും ട്രംപും പണ്ടേ അത്ര ചേരാത്ത 2 ആൾക്കാരാണ്. ട്രംപിന് നേരെ നിരവധി തവണ വധഭീഷണി ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നു. ഇറാന്റെ പരമാധികാര നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ 40 വർഷത്തെ ഭരണം അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതാണ് ഇപ്പോൾ ഇറാനെ ഇത്ര പ്രകോപിപ്പിച്ചത്. ട്രംപ് പറഞ്ഞത് ഖൊമേനിയുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചുപോയി, അതുപോലെ സ്വന്തം ജനങ്ങളെ കൊല്ലുന്നതൊക്കെ നിർത്തി ഇറാനിൽ ഒരു പുതിയ ഭരണം വരണമെന്നാണ് ട്രംപ് പൊളിറ്റിക്കോ എന്ന് പറഞ്ഞൊരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഇത്ര വളരെ ഓപ്പണായിട്ട് പറഞ്ഞത്. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇറാൻ സൈനിക വക്താവ് അവരുടെ ജനറൽ അബുൽ ഫസൽ ഷക്കാഴ്ചി വലിയ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ നേതാവിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൈ നീണ്ടാൽ ആ കൈ വെട്ടുക മാത്രമല്ല അവരുടെ ലോകം തന്നെ ഞങ്ങൾ തീയിടുമെന്ന് വളരെ ഷാർപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെറും ഒരു മുദ്രാവാക്യമായിട്ട് അമേരിക്ക കാണരുത്, വളരെ ഗൗരവമായിട്ട് കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഇതിനോട് വന്നിട്ടുണ്ട്. ഇറാൻ തനിക്കെതിരെയുള്ള വധശ്രമത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ആ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇറാനെ തുടച്ചു നീക്കുമെന്നാണ് ന്യൂസ് നേഷൻ എന്ന് പറഞ്ഞ ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഇത്തരം പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇവര് തമ്മിലുള്ള വാക്കേറ്റം നടക്കുമ്പോഴും മിഡിൽ ഈസ്റ്റിൽ സൈനിക നീക്കങ്ങൾ വളരെ സജീവമാണ്. ഇപ്പോൾ ദക്ഷിണ ചൈന കടലിൽ ഉണ്ടായിരുന്ന ഒരു യുദ്ധക്കപ്പലുണ്ട് US-ന്റെ USS എബ്രഹാം ലിങ്കൺ. അതിപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം മറ്റു യുദ്ധക്കപ്പലുകളും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി നീങ്ങുന്നെന്ന് പ്രതിരോധ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ USS ലിങ്കൺ ഗൾഫ് മേഖലയിൽ എത്തിയേക്കും. എസ്കെൻ അറിയാലോ, ഡിസംബർ 28-ന് ഇറാനിൽ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചതാണ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ ഈ ഒരു ലെവലിലേക്ക് ഉയരുവാൻ കാരണം. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.